കർത്താവേ, നിന്റെ കാരുണ്യം ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയയുടെ ആധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിക്ക് അർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിൻ്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബ്രാഹം ഇസഹാക്ക് യാക്കോബ് മഹിതാശയതൻ പരിപാവനമാം ബലികൾ പോലെ പുരുവത്സലരാം സ്ലീഹരുമൊരുപോൽ വിനയാൻവിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. കർത്താവേ, അഗാധത്ത് തന്നെ ഞാൻ വിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എൻ്റെ പ്രതീക്ഷ അവൻ്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന അവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ മാത്യൂസ് കശീശായി വിളിക്കുന്നതിൻ്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവെ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷമാടം അടഞ്ഞവരെ മഹിമയോടുകൂടി ഏർപ്പിക്കണമേ. ജീവന്റെ മരണത്തിൻ്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിൻ്റെയും നാഥനും ദൈവമായ മിശിഹായെ, നിന്റെ കുരിശിൻ്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഖല നീ പ്രത്യക്ഷനാകുകയും കത്തോലിക്ക ഇടവക ദേവാലയത്തിൻ്റെ പേരിലുള്ള അനുശോചനം കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. മാത്യൂസ് കശീശ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിലയുള്ളവനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബൈജു മുകളേൽ അച്ഛനോടും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടും കടന്നു വന്ന ഇടവകയിലെ എല്ലാ ഇടവക ജനങ്ങളോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഇപ്പോൾ അറിയിക്കുന്നു. അച്ഛൻ്റെ ഭൗതിക ശരീരം കാണുവാൻ ഇനി ആരെയെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വന്ന് ദർശിക്കാവുന്നതാണ്. ഇപ്പോൾ വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയിലെ 4ാമത്തെ ക്രമം ഇപ്പോൾ ഇവിടെ നടത്തും. ഈ ക്രമത്തിന് ശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഭൗതിക ശരീരം പാപ്പനോടുള്ളതായ അച്ഛൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകുകയാണ്. ആയതിനാൽ ഇവിടെ നിൽക്കുന്നവർ
ഇനിയും ആരെങ്കിലും അച്ഛൻ്റെ പ്രതിശരീരം കാണുവാനുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വന്ന് കാണണമേ എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. മനുവേ തനുവേ ജീവനെഴും ദൈവത്തെ കീർത്തിക്ക ഹല്ലേലൂയ. പ്രാവൊരു കൂടും കുരുവിതനിക്കൊരു വീടും കണ്ടെത്തി. ഹല്ലേലൂയ. നീ തുണ ചെയ്യും മനുജൻ ധന്യൻ താൻ പാറയ്ക്കുമോ. من أولم وادامل أولم نلمينامي. ഹൃദയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദാനത്തിനാളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമയും മോചനമേകും തിരുരക്തമതോ നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. മർത്യസ്നേഹത്തിൻ വിവിധ സ്ഥിതിയാലാകെ സുതൻ വചനം ദൈവം പാർക്കുകയിലെപ്പോഴും നമ്മെ സന്ദർശിക്കുന്നു. ഇന്നേ വരെ മരണത്തിൻ മൃതനോടു തൻ ദേഹത്തിൻ ലടിയാടി മൃതലോകത്തിനുയർന്നതിനാൽ മരണത്തെ വലയ പാടെ പൊട്ടിച്ചു. ഗാനത്താലും കോപ്പി വാങ്ങിപ്പോയോ കാഴ്ചയോ സംസ്കാരത്തിൻ ശുശ്രൂ. മൃതലോകത്തിൻ വാതിൽ തുറന്ന പെരുവഴിയിൽ നിലകൊണ്ടേൻ കബറുകളുള്ളിൽ ജീർണിക്കും തലമുറകളെ ഞാൻ വീക്ഷിച്ചു. മൃതിയവിടെ തെരുവിൽ ചെളിയതിലെന്നോണ ആനന്ദത്തോട് അതമാർന്നേ തെങ്ങും തട്ടിമെതിക്കും. നാവുകളൊക്കെ വരണ്ടേറ്റ മോകതയിൽ വിലയം കൊണ്ടു സുമുഖതയേറിയ വദനത്തെ ലാവണ്യം പോയി ശാൽമജരക്ഷകനെ നിദ്രിതര ദാസന്മാരെ നിൻ കൃപയെ സ്തോത്രം ചെയ്യുവാൻ ജീവിച്ച് ബർഗ്മോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടപെടാതെ കരേറ്റുവാൻ അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ.
മോഹനീയ സമ്മേളന സ്ഥലത്ത് വേദനകളോ ദുഃഖമോ തടവുകളോ ഇല്ലാത്ത സ്ഥലത്ത് ഈ പുരോഹിതന്റെ ആത്മാവ് ക്രമീകരിക്കപ്പെടുവാനും സ്വർഗീയ കൂടാരത്തിൽ വസിക്കുവാനും പരിമള വാസനയുള്ള മേറ്റൽ സ്ഥലത്ത് വിശ്രമിക്കുവാനും നിർമ്മല സ്ഥലത്തെ സദാ സ്ഥിതി ചെയ്യുവാനും അലങ്കൃതമായ വാസ്തവത്ത് വിശ്രമിക്കുവാനും പരിശുദ്ധന്മാരോടുകൂടി ചേർക്കപ്പെടുവാനും മുഴുവന്മാരുടെ കൂട്ടത്തിൽ ആനന്ദിക്കുവാനും ദീർഘദർശിമാരോടും സ്നേഹന്മാരോടും കൂടി സന്തോഷിക്കുവാനും അനന്തമായ പ്രകാശത്തിൽ പാർക്കുവാനും കൽപ്പനയാക്കണമേ. ഞങ്ങളോട് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പിതാക്കളും സഹോദരങ്ങളുമായ സകലർക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണമേ. അവരെ എല്ലാ വിധത്തിലും ആശ്വസിപ്പിച്ച് വചനത്തിലും പ്രവൃത്തിയിലും അവർക്ക് ധൈര്യം നൽകണമേ. നിന്നിൽ നിന്നുള്ള ആനന്ദത്തിന് അവരെ അർഹരാക്കണമേ. ആഴമായ ശാന്തതയിൽ അവരെ സംബന്ധിപ്പിക്കണമേ. അവരുടെ ഹൃദയ ദുഃഖത്തെ നീക്കിക്കളയണമേ. അവരുടെ മനോദുഃഖം ശമിപ്പിക്കണമേ. ദുഃഖകരമായ വെറുപ്പുകളെ നീക്കിക്കളയണമേ. അവരുടെ പ്രലാപ കണ്ണുനീര് തുടച്ചു കളയണമേ. ദുഃഖം ബാധിച്ച് സങ്കടത്തോടെ കരയുന്നവർക്ക് ആശ്വാസം നൽകണമേ. എല്ലാ സ്ഥലത്തും സമയത്തും ഉറപ്പുള്ളവരും സ്വസ്ഥരും സ്ഥിരത്തിലും വിസ്മരിക്കപ്പെടാത്തവരും ദുഃഖമോ വേദനയോ ഇല്ലാത്തവരുമാക്കി തീർക്കണമേ. നിന്റെ സകല പരിശുദ്ധന്മാരോട് നിത്യഭാഗ്യങ്ങൾക്ക് ഞങ്ങളെ അർഹരാക്കണമേ. നീ ഉത്തമനും നല്ലവനും സമൃദ്ധിയുള്ളവരുമാകുന്നവരോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. Barakmar menalohan kabel husay adhaw bevishbukan datohe batray hunnal malola mulmi Amin. bemaut demoshe maki koye ray rau monahesle kore wahlo kohane levoye moriab turam afe vole shafir volo bgodad nurane wadruhone kad koy magdarau shafir vole لمرض كل حين بريوسو قد كبر ومؤافل رشد كله نبيوسو طاونا سمارلم شبه لمؤافي يبدو هاليلويا ولي تشبهته ആദാമംശേ നാദൻ ചെയ്തോരാശ്ചര്യം പാരം ശ്രേഷ്ഠം പ്രിയലാസറിനെ പ്രതിനാഥൻ ശിഷ്വാനിധന കബറിൽ പോയി കേഴുന്നോരെ കണ്ടന്വേഷിച്ചാൻ സംസ്കാരം ചെയ്തവിടവനെ നിങ്ങൾ കബറിൽ വെച്ച് അയ്യോ നാൾ നാലായി കർത്താവങ്ങുച്ചത്തിൽ കൽപ്പിച്ചെഴുന്നേൽപ്പിച്ചവനെ ആശ്ചര്യത്താൽ ലാൾക്കൂട്ടം ജീവപ്രദനെ ഹല്ലേലൂയ സ്തോത്രം ചെയ്തു ബാറയ്ക്കുമോ ഹസ്കിയേലെ വെളിപാടുകളിൽ വലിയവനെ ബോസേപുത്ര നിര്യാതന്മാർ എങ്ങനെ പുനരുദ്ധാനത്തെ